അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പി കേട്ടോ. ഈ ഒരു അരപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. പത്തിരിയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അരപ്പ് വെച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാട്ടോ. ഈ ഒരു അരപ്പ് നമുക്ക് 30 ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കിത് ബീഫ് കറിയുടെ കൂടെ ചിക്കൻ കറി ആയാലും മട്ടൻ കറി ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് ചിക്കനായാലും ബീഫായാലും ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒത്തിരി സവോള തക്കാളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല തിക്കോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മളിവിടെ നല്ല വ്യത്യസ്തമായ രീതിയിലുള്ളൊരു അടിപൊളി ചിക്കൻ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഈ ഒരു അരപ്പ് മാത്രം മതി നമുക്ക് ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു അരപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ നല്ലപോലെ കഴുകി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ ഒരു മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു ചിക്കനിലോട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഗരം മസാല പൊടിച്ചത്, ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം കാശ്മീർ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം തൈര്, നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് നമ്മുടെ ചിക്കനിലോട്ട് പിടിപ്പിച്ചങ്ങ് എടുക്കാം. പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അപ്പം ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചിക്കനിലോട്ട് അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 6-7 12ഓളം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടെ വേണം. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മസാല ആക്കി എടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചും കൂടെ എടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നോമ്പ് 30 ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. കുരുമുളക്, ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കറി റെഡിയാക്കാമെന്ന് കാണിക്കാം. ഇതിലേക്ക് നമ്മളിതാ വറ്റൽ മുളക്, അതിനോടൊപ്പം തന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, നല്ലപോലെ ഒന്ന് വഴറ്റുക. ഒരല്പം ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ മസാല ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതിലേക്ക് സവോള ചേർക്കാം. ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഇത്രയധികം മസാലയുടെ ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ മസാല ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ ആ ഒരു പച്ച സ്മെല്ല് വാടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരൽപ്പം മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കും. ഇത്രയും മതി. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി. പിന്നെ നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി നമ്മുടെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ചിക്കനൊന്ന് നല്ല പോലെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അപ്പം ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം കേട്ടോ ചിക്കൻ. അപ്പോൾ ഇതാ അരപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമ്മളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതാ നമ്മുടെ കണ്ടില്ലേ, അരപ്പ് നല്ല പോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു അരപ്പ് മാത്രം മതി നമുക്ക് ചിക്കൻ ആയാലും ബീഫായാലും മട്ടനായാലൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തക്കാളി സവോളൊക്കെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബോക്സിലേക്ക് നമുക്ക് മാറ്റിയെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ ഈ ഒരു ചിക്കനിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെയാണ് നമ്മളിത് കറി വെച്ചെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒരു ബോക്സിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇല്ല, ഇത്രയും നമ്മളിതിൽ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഒരു മസാല നമുക്കിനി നമ്മുടെ ചിക്കനിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമ്മളിതിലേക്ക് ഒരൽപ്പം ചുവന്നുള്ളി ചേർക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ മസാലയിൽ ഞാനൊരൽപ്പം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കറി വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് കുക്കർ ഒരു 2 വിസിൽ. അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില പുതിനയിലയും കൂടെ ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ മസാല ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ചേർത്തിട്ടുള്ള ഉപ്പും നമ്മുടെ ചിക്കനിലോട്ടുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. ഇനി നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളം നല്ല പോലെ ഇറങ്ങി വരും. പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 2 വിസിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഇതൊന്ന് റെഡി ആവട്ടെ.
അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ 2 വിസിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി. അപ്പോൾ ഇത് നമുക്ക് പത്തിരിയിൽക്കോ അതേപോലെ ഗീ റൈസിൽക്കൊക്കെ അടിപൊളിയാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ 2 വിസിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി. അപ്പോൾ ഇത് നമുക്ക് പത്തിരിയിൽക്കോ അതേപോലെ ഗീ റൈസിൽക്കൊക്കെ അടിപൊളിയാക്കാം. എല്ലാവരും. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചിക്കൻ കറി നല്ല നൈസ് പത്തിരിയുടെ കൂടെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗീ റൈസിനായാലും അതേപോലെ പത്തിരി, ചപ്പാത്തി, ഇടിയപ്പം എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു ചിക്കൻ കറി. നല്ല ടേസ്റ്റാണത് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഈ ഒരു അരപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഈ ഒരു ചിക്കൻ കറി കേട്ടോ. കണ്ടില്ലേ, നമ്മളിത് തേങ്ങാപ്പാലും അതേപോലെ തന്നെ ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു കറി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റംസാനിക്ക് ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതാണ് നമ്മുടെ അരപ്പ് വെച്ചിട്ടുള്ള ചിക്കൻ കറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റംസാൻ 30 ദിവസം ഇതേപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.